നമ്മൾ രാവിലെ കണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. കുളത്തൂപ്പുഴയിൽ ഒരു മനുഷ്യൻ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു വാർത്തയെത്തി. ആ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഭീതിയിലാണ് ആ നാട്ടിലെ മനുഷ്യർ താമസിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് പലവട്ടം പരാതി പറഞ്ഞു, പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. ഒടുവിൽ ഒരു ജീവൻ അവിടെ പൊലിയുകയാണ്. വന്യമൃഗശല്യം രൂക്ഷം, ഞങ്ങൾ ഭീതിയിലാണ് കഴിയുന്നതെന്ന് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബഷീറിന്റെ ഭാര്യ സഫിയത്ത് ബീബി പറയുന്നു. വീടിന് ചുറ്റും കാട്ടുപോത്തുകൾ വിഹരിക്കുകയാണ്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെയും പുറത്തിറങ്ങാൻ പോലും കഴിയാറില്ല എന്നാണ് സഫിയ ബീബി പറയുന്നത്. ഈ വാർത്തയോട് കൂടി ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി അവന്തിക ചേരും. നമസ്കാരം. കുളത്തൂപ്പുഴ പെട്ടെന്നാണ് ഒരു മനുഷ്യമൃഗ സംഘർഷ മേഖലയായി മാറിയത്. മുമ്പ് ഇത്രയ്ക്കുമില്ലായിരുന്നു. പലതവണ നാട്ടുകാർ ഈ വന്യമൃഗശല്യത്തിൻ്റെ ഒരു ഭീഷണിയെക്കുറിച്ച് ഫോറസ്റ്റ് അധികൃതരോടും പോലീസിനോടും ഗവൺമെൻറ്റിനോടൊക്കെ പലവട്ടം പറഞ്ഞതാണ്. പക്ഷേ അത് കാര്യമാക്കിയില്ല. പലതരത്തിലുള്ള ഫെൻസിങ്ങിൻ്റെ പുറകിലായിരുന്നു വനപാലകരും അതേപോലെ ഈ ഗവൺമെൻറ്റും ഒക്കെ. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ അദ്ദേഹം ടൗണിലേക്ക്, ഈ ബഷീർ എന്ന മനുഷ്യൻ്റെ ജീവൻ ഇന്ന് നഷ്ടപ്പെട്ടു. രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏതാണ്ട് ഒരു 5:30 ആ ടൗണിൻ്റെ ആ റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് പൊടുന്നനെ കാട്ടുപോത്തുകളുടെ ആക്രമണം. ആ ആക്രമണത്തിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി സാഫിയത്ത് ബീവി, അമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? രാവിലെ ഇറങ്ങിപ്പോയതാണ്, ജോലിക്കെന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിപ്പോവും, എന്നും ഇറങ്ങിപ്പോവും. ഇച്ചിരി കഴിഞ്ഞപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്നു, അവിടെ റോഡിൽ കിടക്കുന്നെന്ന് പറഞ്ഞ് ആളുകൾ വിളിച്ചു പറഞ്ഞ്. അങ്ങനെ എൻ്റെ മക്കളെല്ലാവരും കൂടെ ഓടിപ്പോയി. നാട്ടുകാരും പൊതുജനങ്ങളെല്ലാവരും കൂടി. അങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വന്യമൃഗശല്യം ഇവിടെ വളരെ കൂടുതൽ. ഇവിടെ ഞങ്ങൾ സന്ധ്യ 7 മണി കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങത്തില്ല. ഈ എൻ്റെ മുറ്റത്തൂടെയാണ് പോകുന്നത്. നേരം വെളുക്കുമ്പോൾ ചാണാൻ ഇവിടെ എല്ലാം കിടക്കും, ഈ മുറ്റത്തെല്ലാം കിടക്കും. ഭയം ഉണ്ടായിരുന്നു. ഭയമുണ്ട്, എപ്പോഴും ഭയമുണ്ട്. ഇവിടങ്ങളിൽ ആരും രാവിലെ വെളുപ്പിനെ ഇറങ്ങി പോകത്തില്ല. എല്ലാവരും ഇവിടെ തന്നെയാണ്. കാരണം 5 മണി, രാത്രി 7 മണിയൊക്കെ ആകുമ്പോഴെല്ലാം ഞങ്ങളുടെ മുറ്റത്തൂടെ എല്ലായിടത്തും വരും. രാത്രികളിൽ ആരും പുറത്തിറങ്ങത്തില്ല. രാത്രിയും വെളുപ്പിന് നല്ല നേരം വെളുത്തിട്ടാണ് എല്ലാവരും പുറത്തിറങ്ങുന്നത്. ഇവിടെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ അച്ചായന്മാരെയൊക്കെ കുത്തിയായിരുന്നു. ഇപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഇന്ന് കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് ഈ വനവുമായി അടുത്ത് കിടക്കുന്നതോ അല്ലെങ്കിൽ മലം പ്രദേശങ്ങളിലൊക്കെ ഇതേ പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വനം മന്ത്രി എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു, പക്ഷേ എങ്ങും എത്തുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണിത്. ഇതിപ്പോൾ അദ്ദേഹം വനത്തിനുള്ളിൽ എന്തെങ്കിലും ശേഖരിക്കാൻ പോയതല്ല. ടൗണിൽ, ഈ വലിയ റോഡിൽ ജനവാസ മേഖല പൂർണ്ണമായും, കുളത്തൂപ്പുഴ എന്ന് പറയുന്ന വളരെ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൗൺ കൂടിയാണ്. അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന മേഖല. അവിടെയാണ് ഈ കാട്ടുപോത്തുകളുടെ ഈ വിളയാട്ടവും ഇന്നിപ്പോൾ ബഷീർ എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതും. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.